നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു എഗ് ഓംലേറ്റ് ഉണ്ടാക്കാനാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഉണ്ടാക്കുന്നത് നോക്കണം കേട്ടോ. ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ വലിയ ഉള്ളി എടുത്തിട്ട് ചെറുതായി അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്, പിന്നെ പച്ചമുളകും അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇടാം കേട്ടോ. നമ്മളൊരു ബൗളിലേക്ക് ഇത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇത് ഫുള്ളായിട്ട്. പിന്നെ നമുക്ക് 4 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ പൊട്ടിച്ചു കൊടുക്കാണ് കേട്ടോ. ഇത് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ അങ്ങനെ നമ്മൾ 4 മുട്ടയും ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാവേ. ഇനി നമ്മൾ മിക്സ് ചെയ്യാൻ കേട്ടോ. പാകത്തിന് ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കാൻ പാടില്ല. എന്നാൽ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പെപ്പർ പൊടിയോ അല്ലെങ്കിൽ മറ്റേതില്ലേ മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഉപ്പ് മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇളക്കിയിട്ട് നല്ലൊരു പരുവ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു ചട്ടി അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ. അപ്പോൾ എണ്ണ ചൂടാവാൻ വേണ്ടി നമ്മൾ എല്ലാവരുടെയും ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കലക്കിയ മുട്ട നമുക്ക് അതിലേക്ക് വെച്ച് കൊടുത്താലോ. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ല സൗണ്ടൊക്കെ വരുന്നുണ്ട്. നന്നായി പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇത് വെക്കാനായിട്ട് ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ചൂടായത് നമ്മൾ അതുകൊണ്ട് സ്റ്റീലാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. മറച്ചിട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് സർവ് ചെയ്യാം കേട്ടോ. നമ്മൾ സർവ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ പ്ലേറ്റിലേക്ക്. അപ്പം നമുക്ക് അതിൻ്റെ മേലേക്ക് കുറച്ച് പെപ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്തിരി എരിവ് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പെപ്പർ ഇട്ടതിന് ശേഷം ഇങ്ങനെയാണ് കേട്ടോ കളറ്. അപ്പം നമ്മൾ ചൂടായതുകൊണ്ട് ഇപ്പോൾ ടേസ്റ്റ് ചെയ്യണ്ട, ഞങ്ങൾ കാണിച്ചു തരാം ഈ വീഡിയോയിൽ. അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ കുറച്ച് എടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് വാവുൻ്റെ കുഞ്ഞിൻ്റെ റിയാക്ഷനും കൂടെ കാണാം കേട്ടോ. അപ്പോൾ ഇവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് ഇവൻ്റെ അടുത്ത് ഒന്ന് നോക്കാം കേട്ടോ. വാവു കുഞ്ഞൊന്ന് വാ, നമുക്ക് ഒരു സാധനം ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. വരും. അപ്പോൾ നമുക്ക് ഇവൻ്റെ റിയാക്ഷൻ നോക്കാവേ. ഇതാ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കഴിച്ചു നോക്കൂ, എൻ്റെ അഭിപ്രായം പറയൂ. സൂപ്പറായിട്ടുണ്ട്. കൂടുതൽ റെസിപ്പീസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്നും മറക്കല്ലേ. അപ്പോൾ എൻ്റെ പപ്പ കുറച്ച് ഞങ്ങളുടെ ഇങ്ങനെ അടിച്ചു മാറ്റി ഒരു ഹാഫ് ഓംലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതിലേതാ ഇഷ്ടപ്പെട്ടെന്ന് പറയണേ. ബൈ.